ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് ഈ DPR1, DPR2, DPR3 ഈ DPR അട്ടിമറിച്ചോ, അത് ആർക്കു വേണ്ടി അട്ടിമറിച്ചു എന്നാണ് ചോദിച്ചത് സുരേഷ് ഗോപി. പ്രീണനം നടത്തിയിട്ടുണ്ടോ DPR അട്ടിമറിച്ചത് വഴി? ആ പ്രീണനം നടത്തിയത് ആർക്കു വേണ്ടിയാണ് എന്ന് ചോദിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് DPR തയ്യാറാക്കുന്നത് കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിൻ്റെ ഗതാഗത റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് DPR തയ്യാറാക്കുന്നത്. കൺസൾട്ടൻസി വയ്ക്കുന്നതും അലൈൻമെൻറ്റ് തയ്യാറാക്കുന്നതും കരാറ് കൊടുക്കുന്നതും എല്ലാം NHAI ആണ്. അപ്പോൾ ഈ DPR അട്ടിമറിച്ചോ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദിക്കുക. അതാരാണ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്? സംസ്ഥാന സർക്കാരിന് അതിനകത്ത് എന്തെങ്കിലും റോളുണ്ടോ ശ്രീ മുഹമ്മദ് റിയാസ്? അല്ല, അതിൻ്റെ അലൈൻമെൻറ്റ് തയ്യാറാക്കുന്നത് മുതൽ മറ്റ് ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാലുള്ള എല്ലാ നിർമ്മാണ കാര്യങ്ങളും അത് നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയുന്ന കാര്യമാണ്. സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യും, ഇനിയും ഇടപെടും, മുന്നോട്ട് പോകും. ഈ പ്രീണനം നടന്നു എന്നൊക്കെ കേന്ദ്രമന്ത്രി പറയുന്നത് എന്തർത്ഥത്തിലാണ്? അപ്പം ഈ സുരേഷ് ഗോപിയുടെ പ്രതികരണത്തോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? അങ്ങനെ ഒരു പ്രീണനമോ DPR അട്ടിമറിക്കലോ അങ്ങനെ എന്തെങ്കിലും നടന്നതായി താങ്കൾ സംശയിക്കുന്നുണ്ടോ? അല്ല, അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നും ഒന്ന് വ്യക്തമാക്കി വിശദീകരിച്ച് പറയാതെ എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ചിലയിടങ്ങളിലുള്ളത് പരിഹരിക്കണം. നല്ല നിലയിൽ നമുക്ക് റോഡ് നിർമ്മാണം നടത്തണം. പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമാവണം. പദ്ധതി ഇപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജിലാണ്, അന്തിമഘട്ടത്തിലാണ്. അത് പൊളിക്കാനുള്ള ഒരു നീക്കവും കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല. ഈ മിനിസ്റ്റർ ഈ സമയത്ത് കേന്ദ്രമന്ത്രി പദ്ധതി പൂർണ്ണമായും ഡോക്ടർ അരുൺ ആ പദ്ധതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അതിൽ സംസാരിച്ച് ഞങ്ങൾ ഇതിലൊക്കെ തന്നെ കൃത്യമായ നിലപാടെടുത്തു പോകുന്നുണ്ട്. എല്ലാ നിലപാടും ഞങ്ങൾ എടുത്തു പോകുന്നുണ്ട്. പദ്ധതി പരിപൂർണമായി പൂർത്തീകരിക്കപ്പെടുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് തടസ്സമാകുന്ന ഒരു നീക്കവും സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ മന്ത്രിസഭയിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ വ്യക്തിപരമായി എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. പദ്ധതി പൂർത്തീകരിക്കണം. അപ്പോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യണം. പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. ജനങ്ങൾ ഈ വിവാദവും പ്രശ്നമൊന്നുമല്ല. നല്ല റോഡാവണം, റോഡ് നിർമ്മാണത്തിൽ കുഴപ്പമുണ്ടാവരുത്, പദ്ധതി യാഥാർത്ഥ്യമാവണം, എന്നാലേ വേഗത്തിൽ ഞങ്ങൾക്ക് കേരളത്തിൽ സഞ്ചരിക്കാൻ പറ്റൂ, ഞങ്ങൾക്ക് വേഗത്തിൽ യാത്ര ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് പദ്ധതി എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കണം. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ നിർമ്മാണത്തിൻ്റെ എല്ലാ സാങ്കേതിക കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിക്കാതെ പോകണം. ഒരു വിവാദം ഉണ്ടാക്കി നിതിൻ ഗഡ്കരിയുടെ വകുപ്പിൽ നിന്നൊരു റിലീസ് ഇറങ്ങിയിരുന്നു. മിനിസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്കാണ് വീഴ്ച വന്നിരിക്കുന്നതെന്നും അടിമണ്ണ് ബലപ്പെടുത്തുന്നത് നേരത്തെ ആകാമായിരുന്നുവെന്നും അത് ചെയ്തില്ല എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട എക്സ്പെർട്ട് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആ വഴിക്ക് NHAIയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ താങ്കൾ അറിയുന്നുണ്ടോ? ഈ നിലപാട് മതിയോ? ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കരാറുകാരുടെ ചെലവിൽ തന്നെ ആ പണി പൂർത്തിയാക്കുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗതാഗത മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമാണോ ഇനി നമ്മുടെ മുന്നിലുള്ള പോംവഴി? ഇതുപോലെയുള്ള മറ്റു പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ള വിവരം ഇനി ഗതാഗത മന്ത്രാലയത്തെ നമ്മൾ അറിയിക്കുമോ? എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് ശ്രീ മുഹമ്മദ് റിയാസ്? അല്ല, എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് അവിടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് തന്നെയാണ്. ഈ അനിഷ്ട സംഭവ ദൗർഭാഗ്യരാണ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ റിപ്പോർട്ട് ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെ റിപ്പോർട്ട് കൂടി വെച്ച് പിന്നീട് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്.